ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ സാന്ത്വനം 2ന്റെ ഇനി വരാനിരിക്കുന്ന നാളെയോ മറ്റന്നൊക്കെ ആയിട്ട് വരുന്ന ദിവസത്തെ ഒരു വിശേഷമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ സ്കിപ്പ് അടിക്കാണ്ട് കാണണം കേട്ടോ. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ വെച്ചോളൂ. അങ്ങനെ നമ്മുടെ കൃഷ്ണമംഗലത്ത് പൊടി പൂരാണ്. എന്താണ് റെയ്ഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അച്യുതനും അലോകിനും അനന്തനും ഒക്കെ ഭയങ്കര ടെൻഷനായിട്ട് നിൽക്കണം. കാരണം എന്ന് വെച്ചാൽ വിജിലൻസ് വന്ന് ഇത്രയും രൂപയൊക്കെ കൊണ്ടുപോയില്ലേ, അതിന്റെയൊക്കെ ആകെയുള്ള ഒരു ടെൻഷൻ അടിച്ച് നിൽക്കണം. അപ്പൊ ഈ സമയത്ത് നമ്മുടെ അച്യുതൻ പറയുന്നുണ്ട് നമ്മുടെ അലോകിന്റെ അടുത്ത്, എടാ ഇതിന്റെ പിന്നിൽ ആരായിരിക്കും? ഇനി നമ്മുടെ അനുശ്രീ എങ്ങാനും ആണോ? എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. അപ്പൊ അലോകും മനസ്സിൽ പറയുന്നുണ്ട്, എനിക്കും സംശയമുണ്ട് അച്ഛ എന്ന രീതിയിൽ. എന്നിട്ട് അലോക് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും നോക്കിക്കോളാം അച്ഛ, അവളെ കാര്യം ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറയുന്നുണ്ട്. കാരണം പുറത്തു നിന്നും മറ്റാരുമില്ല. പിന്നെ ഇത് എങ്ങനെ പുറത്തറിഞ്ഞു? നമ്മുടെ വീട്ടുകാരല്ലാണ്ട് ഇപ്പം പുറത്തു നിന്നുള്ളത് അനു മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും അച്യുതൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ, നീ വലിയ ബഹളവും ഒച്ചപ്പാടൊന്നും വെക്കണ്ട. ഒരു ചെറിയൊരു കണ്ണ്, അതായത് ഒരു ഡൗട്ട് നീ അവളിൽ എപ്പോഴും കൊടുത്തോണം. ഒന്ന് ശ്രദ്ധിച്ചേരെ എന്ന രീതിയിൽ നമ്മുടെ അച്യുതൻ പറഞ്ഞ അലോകിന്റെ അടുത്ത് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അങ്ങനെ അലോക് നേരെ റൂമിലോട്ട് വരെയാണ് കേട്ടോ. അപ്പൊ അനുശ്രീ ഇതൊന്നും അറിയാത്ത മട്ടില് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ അലോക് ചോദിക്കും, അല്ല ഇവിടെ റെയ്ഡും കാര്യങ്ങളൊക്കെ നടന്നു, നീ വല്ലതും അറിഞ്ഞോ? അപ്പൊ അനുശ്രീ പറഞ്ഞു, എന്താ ഞാൻ ഇവിടെ നിന്നുള്ള ആളല്ലേ, ഞാൻ അറിഞ്ഞായിരുന്നു. അപ്പൊ പറയും, നീ ആണോ അതിന്റെ പിന്നിലെന്ന് എനിക്കൊരു സംശയമുണ്ട്. നീ എന്റെ കൂടെയുള്ള ദേഷ്യം എന്റെ വീട്ടുകാരോടും നീ തീർക്കും എന്ന രീതിയിലൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ അനുശ്രീ പറഞ്ഞു, അല്ല അലോക് എന്താ ഉദ്ദേശിക്കുന്ന കാര്യം ഒന്ന് വ്യക്തമാക്കി പറയുന്ന പറയാം. അപ്പോഴേക്കും അലോക് പറഞ്ഞു, എനിക്ക് നല്ല സംശയമുണ്ട്, നീ തന്നെയാണ് ഇതിന്റെ പിന്നില്. ഈ വീട്ടിലെ മറ്റാരും അറിയില്ല, നിനക്കറിയാം ഈ വീട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങള്, ഇപ്പൊ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നതിനെ കുറിച്ചും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നീ മനസ്സിലാക്കിയതാണ്. അപ്പൊ നീ തന്നെ എന്നോടുള്ള ദേഷ്യം കൊണ്ട് എന്റെ കുടുംബത്തെ മൊത്തം ചതിച്ചു എന്ന രീതിയിൽ പറയാം. അപ്പോഴേക്കും അനു അങ്ങോട്ട് ചാടി എഴുന്നേറ്റു, അലോക് എന്തുദ്ദേശത്തിലാണ് അത് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴേക്കും അലോക് നേരെ അനുവിന്റെ കഴുത്തിന് അങ്ങ് ചേർത്ത് കുത്തിപ്പിടിക്കും. ദേ, ഞാൻ ഒരു കാര്യം പറഞ്ഞിക്കാം, നിന്റെ ദേഷ്യം ഇതൊക്കെ നിന്റെ ദേവമംഗലത്ത് മതി. എന്റെ കൃഷ്ണമംഗലം കുടുംബത്തെ കയറി നീ വിളയാടാൻ നിന്നാണ്ടല്ലോ, തീർത്ത് കളയുമെന്ന് പറഞ്ഞുകൊണ്ട് അനുവിന്റെ കഴുത്ത് നെക്കി പിടിക്കാൻ കേട്ടോ. അനുവിന് വല്ലാണ്ട് ശ്വാസം മുട്ടുന്നുണ്ട്. അനു പറയുന്നുണ്ട്, അലോക് എന്റെ കഴുത്ത് വിട്, എനിക്ക് വേദനിക്കുന്നു, എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആര് കേൾക്കാൻ? അപ്പോഴേക്കും അനു എങ്ങനെയൊക്കെയോ കൊതറി മാറേണ്. കാരണം എന്ന് വെച്ചാൽ അനു ഈ പണ്ടത്തെ അനു ഒന്നുമല്ല. എവിടെ നിന്ന് അനുവിന് ഇങ്ങനത്തെ ഒരു ബലം കിട്ടിയെന്ന് കൂടി അലോകിന് മനസ്സിലാവുന്നില്ല. ഒരാണായ എന്റെ കൈ തട്ടി മാറ്റി അവക്ക് തിരിച്ച് എന്നെ അതായത് അലോകിന്റെ കഴുത്തിൽ അവള് തിരിച്ചു കയറി പിടിച്ചൊക്കെയാണ്. ഇത്രയും ധൈര്യവും ബലവും അവക്ക് എവിടെന്നാ കിട്ടുന്നത് എന്ന രീതിയിൽ ഇങ്ങനെ അലോക് ചിന്തിക്കാൻ കേട്ടോ. എന്നിട്ട് അനു അലോകിനെ നെക്കി പിടിച്ചിട്ട് പറഞ്ഞതേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിന്റെ ഓരോ വിചാരങ്ങളൊക്കെ നിന്റെ മനസ്സിൽ വെച്ചിരുന്നാൽ മതി. എനിക്ക് നിന്നോട് തീരാത്ത പകയുണ്ട്, അത് സത്യം തന്നെ. പക്ഷെ എന്ന് കരുതിയിട്ട് നിന്റെ കുടുംബത്തിനെ മൊത്തം ഒന്നടങ്കം ആപ്പിലാക്കാനുള്ള പണിയൊന്നും ഞാൻ ചെയ്യില്ല. പിന്നെ വേറൊരു കാര്യം, അഥവാ ഇത് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇത് മുന്നേ കൂട്ടി തന്നെ ഞാൻ ഇൻകം ടാക്സുകാരെ വിളിച്ചു പറഞ്ഞേനെ, നിന്റെ കുടുംബത്തിനെ ഞാൻ എന്നേക്കുമായിട്ട് എന്ന് വെച്ചാൽ എന്നേക്കുമായിട്ട് കുഴി ചാടിച്ചേനെ എന്നുള്ള രീതിയിൽ അനു പറഞ്ഞു കേട്ടോ. അപ്പൊ അത് കേട്ടപ്പോഴത്തേക്കും അലോകിന് കഴുത്ത് നല്ല വേദനിക്കുന്നുണ്ട്. അവസാനം അനു എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഇപ്പൊ എന്തായാലും ഈ ബഹളമൊക്കെ കേട്ട് മിക്കവാറും മുത്തശ്ശിയും അമ്മയും മാമനും ഒക്കെ വരും. അപ്പോഴേക്കും അനു അവിടെ കിടന്ന് അലറി വിളിക്കാൻ തുടങ്ങി, അലോകേ എന്നെ വിടൂ, അലോകേ എന്നെ വിടൂ എന്നൊക്കെ പറഞ്ഞിട്ട് അനു ആക്ട് ചെയ്യണം. അപ്പൊ അലോക് നോക്കുമ്പോ എവളെന്തിനാ കരയണത്, എവള് എന്നെയല്ലേ നെക്കി പിടിച്ചേക്കണത് എന്നിട്ട് അപ്പോഴേക്കും നമ്മുടെ അച്യുതനും രാജശ്രീയും റൂമിൽ ഇരുന്നുകൊണ്ട് പറയും, ദേ അനുവിന്റെ കരച്ചിലല്ലേ കേൾക്കണത്, അവിടെ ഇനി എന്താ സംഭവിച്ചത്? അപ്പൊ രാജശ്രീ പറയും, ഓടി വാ അച്ചുവേട്ട, നമുക്കൊന്ന് പോയി നോക്കാം. അപ്പൊ അച്യുതൻ മനസ്സിൽ ആലോചിക്കും, അല്ല ഇനി ഞാൻ പറഞ്ഞത് കേട്ടിട്ട് അവൻ എങ്ങാനും ചെന്ന് ആ പെണ്ണിനെ എങ്ങാനും നെക്കി പിടിച്ചോ എന്നുള്ള ചിന്തയില് അച്യുതൻ ഓടി ചെല്ലാണ്. ആ രാജശ്രീയും അതുപോലെ തന്നെ നന്ദിനിയും മുത്തശ്ശിയും ഒക്കെ വന്ന് ഇന്ന് റൂമിൽ തട്ടയാണ്. അപ്പോഴേക്കും അനു കരഞ്ഞുകൊണ്ട് ആക്ട് ചെയ്ത് നേരെ ചെന്ന് ഡോറൊക്കെ തുറക്കുകയാണ്. എന്റെ ഒരേ കരച്ചിലാണ്, അമ്മ മുത്തശ്ശി അമ്മേ, ഈ അലോക് എന്നോട് ചെയ്ത കണ്ടോ, എന്റെ കഴുത്ത് നെക്കി പിടിച്ചു, എന്നെ കൊല്ലാൻ ശ്രമിച്ചു, ആ തലങ്ങണി വെച്ച് എന്നെ കൊല്ലാൻ ശ്വാസം മുട്ടിക്കാനൊക്കെ ശ്രമിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശി ചോദിച്ചു, നീ എന്തൊക്കെയാ അലോകെ ഈ കാണിക്കുന്നത്? നീ സ്നേഹിച്ച് നീ വിളിച്ചിറക്കി കൊണ്ടുവന്ന പെൺകുട്ടിയല്ലേ,
നീ എന്തിനാണ് അവളെ ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്നത് എന്ന രീതിയിലൊക്കെ മുത്തശ്ശിയും രാജശ്രീ ഒക്കെ ചോദിക്കണം. അപ്പോഴേക്കും അച്യുതന് കാര്യം മനസ്സിലായി. ഇവ എങ്ങോട്ടോ ഇൻകം ടാക്സ് വന്നതിന്റെ ആ ഒരു ഇതില് അനുവിനെ സംശയിച്ച് എന്തോ ചോദ്യം ചെയ്ത് കാണും എന്ന രീതിയിൽ. അപ്പോഴേക്കും അനു കുറെ പെർഫോമൻസ് ഒക്കെ നടത്തിയാണ് എല്ലാവരും കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട്. അതെ, ഈ കുടുംബം, എന്റെ അച്ഛനും അമ്മയും എന്റെ ഏട്ടന്മാരും ഏട്ടത്തിമാരും ഒക്കെ വിട്ട് യവനെ മാത്രം അമിതമായി സ്നേഹിച്ച് യവന്റെ കൂടെ കൈ പിടിച്ച് വന്നിട്ട് യവൻ എന്നെ സംശയമാണ്. ആ ഇൻകം ടാക്സുകാരെ വിളിച്ചു പറഞ്ഞ് ഈ കുടുംബത്തിനെ ഈ കുഴി ചാടിച്ചത് ഞാനാണെന്നാണ് അലോക് പറയുന്നത്. മുത്തശ്ശി കേട്ടോ ഇത്? അപ്പോഴേക്കും രാജശ്രീ ചോദിച്ചു, നീ എന്തൊക്കെയാ ഈ പറയണത്? അപ്പൊ നന്ദിനി വഴക്കു പറയണ അലോകിനെ, അലോകൻ നീ എന്താ ഈ കാണിക്കണേ? ആ കുട്ടി ഇവിടെ വന്നേലല്ലോ, അവക്ക് ഇതൊക്കെ അറിയോ? അപ്പോഴേക്കും അനു അടുത്ത ഡയലോഗ് അടിച്ച് മാസ് ഡയലോഗ് അടിക്കണ കാര്യം മറ്റുള്ളവരില് താൻ കുറ്റക്കാരി അല്ലെന്നും പിന്നെ ഒരു ഇംപ്രഷൻ കിട്ടാനുള്ള ഡയലോഗുകൾ. അങ്ങനെ അനു ആഞ്ഞടിക്കണം കേട്ടോ. അനു എന്നിട്ട് പറയുന്നുണ്ട്, അവൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ ഫോൺ വേണമെങ്കിൽ നിങ്ങൾ പരിശോധിക്കോ. അച്ചുമാമ്മൻ അറിയില്ലേ ഞാൻ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ദ്രോഹം ചെയ്യോ? ഇത് എന്റെയും കൂടെ കുടുംബമല്ലേ? അലോകിന്റെ കുടുംബം അല്ലെങ്കിൽ അലോകിന്റെ അച്ഛൻ, അമ്മ, മുത്തശ്ശി, ഇതൊക്കെ എന്റെയും കൂടെ അല്ലേ? നിങ്ങൾ എന്തിനാണ് എന്നെ സംശയിക്കുന്നത്? അയ്യോ മോളെ, ഞങ്ങൾ അങ്ങനെ സംശയിച്ചില്ലല്ലോ, യവൻ മണ്ടത്തരം എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചിട്ട് മോള് കരയില്ലേ എന്നൊക്കെ അച്യുതൻ പറയണ. എന്റെ അച്ഛമ്മ എന്റെ മൊബൈലിൽ നോക്ക്, ഇന്ന നോക്ക്, ഞാൻ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? എനിക്ക് ഈ ഒരു മൊബൈൽ മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ അലോക് അനുവിന്റെ ആ മൊബൈൽ മേടിച്ചിട്ട് അനു ആരെങ്കിലും കോൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ആ സമയം അലോക് നോക്കിയപ്പം ഇന്നേ ദിവസം തന്നെ ആരെയും വിളിച്ചിട്ടില്ല. പിന്നെ ഇനി ആരെയും നമ്പർ എന്തെങ്കിലും ഡിലീറ്റ് ചെയ്തോ എന്നുള്ളതൊക്കെ അറിയാം. കോൾ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എടുത്ത് ചെക്ക് ചെയ്തപ്പോ അങ്ങനെ ഒരു കോളും തന്നെ അലോകിന്റെ ശ്രദ്ധയിൽ പെട്ടതുമില്ല. ഇപ്പൊ സമാധാനമായില്ലേ? എന്നിട്ട് എന്തിനാ എന്നെ ഇങ്ങനെ സംശയിച്ച്? എന്റെ സ്നേഹം പവിത്രമാണ് എന്നുള്ളത് അലോകിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാൻ എന്ത് ചെയ്യും മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞിട്ട് അനു ഒരേ കരച്ചിലാട്ടോ. പക്ഷെ അനുവിന്റെ കരച്ചിൽ കണ്ടപ്പോ എല്ലാരും വീഴേണ്ട. അലോകിനെ അപ്പോഴ് അവൾ അഭിനയം കണ്ടില്ലേ, എനിക്ക് അറിഞ്ഞിടാത്തോണ്ടല്ലേടി എന്നൊക്കെ പറയും. എന്നിട്ട് അനു പതുക്കെ ഒരു നമ്പറും കൂടെ ഇട്ട് കൊടുക്കണേ. നിങ്ങൾ ഈ പ്രോപ്പർട്ടി മേടിക്കാൻ പോണ കാര്യം, പൈസ എണ്ണിയ കാര്യം ഒന്നും ഞാൻ അറിഞ്ഞില്ല. പിന്നെ ഇവിടെ ഞാൻ മാത്രമല്ലല്ലോ, ഇന്നേ ദിവസം ഇവിടെ സുകന്യേട്ടത്തി വരണുണ്ടല്ലോ, അപ്പൊ സുകന്യേട്ടത്തിനെ നിങ്ങൾക്ക് സംശയമില്ലേന്ന് ചോദിച്ചു. അപ്പോഴാണ് അച്യുതന്റെ അലോകിന്റെ മനസ്സിൽ സുകന്യയുടെ കാര്യം കടന്നു പോണത്. കാരണം എന്ന് വെച്ചാൽ അവർ ആ ക്യാഷ് എണ്ണിക്കൊണ്ടിരുന്ന അതേ സമയത്താണ് സുകന്യ കടന്നു വരുന്നത്. അങ്ങനെ സുകന്യ വന്ന സമയത്ത് അച്യുതൻ ആ ഒരു കെട്ടി നോട്ടെടുത്ത് സുകന്യ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന അന്താളിച്ച് നിന്നു. യൂ, ഇത്രയും പണോ? ഇത് എവിടെന്നാ നിങ്ങൾക്ക് ഇത്രയും പണം എന്നൊക്കെ ഇങ്ങനെ സുകന്യ ചോദിച്ചതും അച്യുതൻ ആ പൈസ ഇങ്ങനെ തിരിച്ച് മേടിച്ച് വെക്കുന്നതും ഇതൊക്കെ അച്യുതൻ ഓർക്കാണ്. അപ്പോഴാലോകിന്റെ ഉള്ളിൽ ഒരു തോന്നല് വരെയാണ്, ഇനിയിപ്പോ സുകന്യേട്ടത്തി തന്നെ ആയിരിക്കുമോ എന്നുള്ള ചിന്ത. നിങ്ങൾക്ക് സംശയിക്കണമെങ്കിൽ അപ്പൊ സുകന്യേട്ടത്തിയെ സംശയിക്കാലോ. ഞാൻ ഇതൊന്നും അറിയാത്ത ഒരു പാവം പോലെ ഇവിടെ ഇരുന്ന് എന്നെ തന്നെ സംശയിക്കണോ? അലോക് എത്രമാത്രം എന്നെ വേദനിപ്പിച്ചു എന്ന് അറിയോ മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞിട്ട് അനുമാസ് ഡയലോഗും കരച്ചിലും കേട്ടോ. ആ സമയത്താണ് നമ്മുടെ അച്യുതൻ പറയുന്നത്, രാജശ്രീ നീ ആ സുകന്യനെ ഒന്ന് ഇവിടം വരെ വരാൻ പറഞ്ഞേ, അവളുടെ അടുത്ത് ഒരു വാക്ക് ചോദിക്കണമല്ലോ. അങ്ങനെ രാജശ്രീ സുകന്യനെ വിളിക്കണേ. എന്നിട്ട് രാജശ്രീ അച്യുതന്റെ അടുത്ത് പറയുന്നുണ്ട്, അല്ല അച്യുട്ട, സുകന്യ അങ്ങനെ ചെയ്യോ? അവള് അങ്ങനത്തെ കാര്യങ്ങളൊന്നും, അവള് നമ്മളെ കുടുംബത്തിലുള്ളതല്ലേ, അങ്ങനെ ചെയ്യോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അച്യുതൻ പറയും, നിന്റെ അടുത്ത് വിളിക്കാനല്ലേ പറഞ്ഞ്. അങ്ങനെ സുകന്യനെ കൃഷ്ണമംഗലത്തേക്ക് വിളിച്ചു വരുത്തേണ്. അപ്പം സുകന്യ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അച്യുതൻ ചോദിച്ചു, അതെ നീ ഇന്ന് ഇൻകം ടാക്സിലോ മറ്റോ വിളിച്ചായിരുന്നു എന്നൊക്കെ ചോദിക്കാണ്. ഇൻകം ടാക്സിലോ എന്തിന് എന്നൊക്കെ ഇങ്ങനെ സുകന്യ ചോദിക്കുകയാണ്. അപ്പൊ കാരണം ഈ നമ്മുടെ അനു പറഞ്ഞു വെച്ചേക്കാണ് സുകന്യേട്ടത്തിയുടെ സ്വഭാവം. ദേവമംഗലത്തും സുകന്യേട്ടത്തിക്ക് ഇങ്ങനത്തെയൊക്കെ ചില സ്വഭാവങ്ങളുണ്ട്, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതും. പിന്നെ പണമെന്ന് പറഞ്ഞ സുകന്യേട്ടത്തി മരിക്കും എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ വെച്ചിട്ട് അച്യുതൻ ക്വസ്റ്റ്യൻ ചെയ്യണം. അപ്പൊ സുകന്യ പറഞ്ഞു, ഞാൻ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല, നിന്റെ മൊബൈൽ ഒന്ന് ഓണാക്കി തന്നെന്ന് പറയാം. അങ്ങനെ സുകന്യ മൊബൈൽ ഓണാക്കി കൊടുത്തിട്ട് അച്യുതൻ ആ മൊബൈൽ നേരെ നമ്മുടെ അലോകിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. അങ്ങനെ അലോക് ആ മൊബൈൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ നോക്കുമ്പോ ഇൻകം ടാക്സിലേക്ക് ഉള്ള നമ്പർ ആ ഒരു ഇതിൽ കോള് പോയിക്കാണ്. അപ്പം അലോക് അപ്പൊ തന്നെ പറയും, അച്ഛാ ദേ എവരുടെ ഫോണില് ഇൻകം ടാക്സിലേക്ക് വിളിച്ചിരിക്കുന്ന കോള് പോയിട്ടുണ്ടെന്ന് പറയണ്. അപ്പോഴേക്ക് സുകന്യ ചോദിക്കുന്നുണ്ട്, ഇൻകം ടാക്സിലേക്കോ? ഞാൻ എന്തിനു വിളിക്കണം, എന്ത് കാര്യത്തിന്? കാരണം സുകന്യ ഇതൊന്നും അറിഞ്ഞില്ല, മനസ്സാ വാച അറിയാത്ത കാര്യങ്ങളല്ലേ. അപ്പോഴേക്കും നമ്മുടെ അനു മനസ്സിൽ ഇങ്ങനെ ആലോചിക്കണം, അതായത് സുകന്യ ഇവിടെ വന്ന സമയത്ത് സുകന്യേട്ടത്തെ പോലും അറിയാണ്ട് ആ മൊബൈൽ അടിച്ചു
മാറ്റി അനു ഇൻകം ടാക്സിലോട്ട് വിളിച്ച കാര്യങ്ങളൊക്കെ അനു ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ്. അപ്പോഴേക്ക് അച്യുതൻ അങ്ങോട്ട് ദേഷ്യം വന്നില്ലേ. അച്യുതൻ ആ സുകന്യനെ പിടിച്ച് ഫ്രണ്ട് നിർത്തിയിട്ട് പറയും, നിന്റെ കുടുംബമല്ലേ, ധർമ്മം നിന്റെ ഭർത്താവല്ലേ, ഈ കുടുംബത്തിനെ ഒറ്റ കൊടുത്തിട്ട് വേണോടി നിനക്ക് പൈസ സമ്പാദിക്കാൻ, അല്ലെങ്കിൽ നീ ഈ കുടുംബത്തെ നാണം കെടുത്തിയിട്ടാണോടി നീ ഓരോന്ന് ചെയ്യണത് എന്നൊക്കെ പറഞ്ഞിട്ട് അച്യുതൻ ഒരൊറ്റ അടി സുകന്യക്കിട്ട് കവളത്ത് കൊടുക്കുന്നു. സുകന്യ അന്തളിച്ച് കിളി പോയ എനക്ക് നിൽക്കുകയാണ്. കാരണം സുകന്യ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോഴേക്കും അനു കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, കണ്ടില്ലേ സുകന്യ ഏട്ടത്തി എന്തോ തെറ്റ് ചെയ്തിട്ട് എന്നെയാണ് അലോകിനൊക്കെ സംശയം, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അലോകിനും അച്യുതനൊക്കെ ഒരു കുറ്റബോധമാണ്. കാരണം ആ കുട്ടി അനു ഒന്നും അറിഞ്ഞിട്ടില്ല, എന്നിട്ട് സംശയിച്ചത് വെറുതെ സുകന്യയാണെങ്കിൽ നിന്ന് കരച്ചില്ല. സുകന്യ പറയണ്, ഇതൊക്കെ എന്താ ഈ കാണാം മുത്തശ്ശി, ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, എനിക്കറിയില്ല, ഞാൻ എന്തിനാ ഇൻകം ടാക്സിനെ വിളിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് സുകന്യ കിടന്ന് വേറെ ഡയലോഗ്. അപ്പോഴേക്ക് അച്യുതൻ പറയാം, അതെ നിന്റെ പെർഫോമൻസ് അഭിനയൊന്നും ഇവിടെ വേണ്ട, ദേ നിന്നെ ഞാനുണ്ടല്ലോ, നിന്നെ വെറുതെ വിടണത് ഞാൻ വേറൊന്നുമല്ല, ധർമ്മനെ ഓർത്തിട്ടാണ്. അപ്പോഴേക്കും രാജശ്രീ പറയും, എന്നാലും സുകന്യ നീ ഇങ്ങനെയൊക്കെ ചെയ്യരുത്, നീ ഈ കുടുംബത്തിലെ അംഗമല്ലേ, നീ ധർമ്മന്റെ ഭാര്യയല്ലേ, നീ ഈ കുടുംബം തകരാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമുണ്ടോ. മുത്തശ്ശിയും വഴക്ക് പറഞ്ഞു. അതുപോലെ നന്ദിനി എല്ലാരും സുകന്യനെ കുറ്റപ്പെടുത്തുകയാണ്. സുകന്യക്ക് എന്താ ഇവിടെ നടക്കണേന്ന് കൂടി ഒന്നും മനസ്സിലാവേണ്ട റിലേ പോയ മട്ടില് സുകന്യ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ അനു ആ സമയം ഗോൾ അടിച്ച് കയറുകയാണ്. കണ്ടില്ലേ ഇതൊക്കെയാണ് ഈ സുകന്യേട്ടത്തിന്റെ സ്വഭാവം, ഇത് തന്നെയാണ് പണ്ട് ഞങ്ങളുടെ കുടുംബത്തിലും സുകന്യേട്ടത്തിക്ക് ഇങ്ങനത്തെ സ്വഭാവം തന്നെ എന്ന രീതിയിലൊക്കെ പറയണം. അപ്പോഴേക്കും അച്യുതൻ പറഞ്ഞു, ഇനി മേലിൽ ഞാൻ ധർമ്മനെ ഓർത്തും മാത്രം നിന്നെ ഞാൻ വെറുതെ വിടുന്നു, ഇനി ഈ കൃഷ്ണമംഗലം തറവാട്ടിൽ നീ കാലെടുത്ത് വെച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ അന്ന് നിന്റെ അവസാനമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അലോകും അതുപോലെ അച്യുതനും കൂടെ ചേർന്നിട്ട് സുകന്യനെ പുറത്താക്കിയാണ്. അപ്പോഴേക്കും അനു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് കരുതി, ഈ സുകന്യ അല്ല ഈ അനു ആരാണെന്ന് സുകന്യേട്ടത്തി മനസ്സിലാക്കാൻ കിടക്കുന്നേ ഉള്ളൂ. എന്തായാലും ഈ കൃഷ്ണമംഗലം തറവാട്ടിൽ കയറി ഇറങ്ങി നടക്കണ രീതി ഇതുകൊണ്ട് അവസാനിച്ചില്ലേ എന്നുള്ള രീതിയിൽ അനു സമാധാനപ്പെടേണ് കേട്ടോ. അങ്ങനെ എല്ലാരും കൂടെ അനുവിനെയൊക്കെ സമാധാനിപ്പിച്ച് ഓക്കെ ആക്കിയാണ്. അപ്പൊ ഇതേ സമയം നമ്മുടെ ദേവമംഗലത്ത് നമ്മുടെ മീനാക്ഷി ഇതൊക്കെ ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. സുകന്യേട്ടത്തിൽ പോണതും തിരിച്ച് ഒരു കിളി പോയ എനക്ക് തിരിച്ചു പറഞ്ഞുണ്ട്. അപ്പം മീനാക്ഷി മനസ്സിൽ ഓർക്കുന്നുണ്ട്, പോയതുപോലെ അല്ലല്ലോ തിരിച്ചു പറഞ്ഞത്, എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട് കൃഷ്ണമംഗലത്ത്. എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് അനുവിനെ ഒന്ന് വിളിക്കണം, അവിടെ എന്താ നടന്നത് എന്നുള്ളതൊക്കെ അറിയണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടോ. പിന്നെ അതിന്റെ കൂടെ തന്നെ വേറൊരു സീനും കൂടെ വരുന്നുണ്ട്. നമ്മുടെ മിത്രയുടെയും ആര്യന്റെയും റിസൾട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ 11 മണിയായി. അപ്പം ബാലനും ഗോമതിയും എല്ലാരും, ദേവിയും ആനന്ദും ആകാശും മീനാക്ഷിയും ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ റിസൾട്ട് മൊബൈലിൽ ചെക്ക് ചെയ്യണം. അപ്പൊ ആദ്യം നോക്കേണ്ടത് മീനാക്ഷിയുടെ നമ്പർ മിത്രയുടെ നമ്പർ അടിച്ചാണ്. അങ്ങനെ മിത്രയാണെങ്കിൽ പ്രാർത്ഥിച്ച് ഇങ്ങനെ നിൽക്കണം കേട്ടോ. അയ്യോ എന്താകും, ജയിക്കോ എന്നൊക്കെയുള്ള ടെൻഷനില്ല. അപ്പൊ ആര്യനും എക്സാം എഴുതിയിട്ടുണ്ട്, മിത്രയും എഴുതിയിട്ടുണ്ട്. അങ്ങനെ മിത്രയുടെ നമ്പർ അടിച്ചപ്പോഴത്തേക്ക് മിത്രയ്ക്ക് 95% കൂടി മിത്ര ജയിച്ചേക്കും. അപ്പൊ ആര്യം പറഞ്ഞു, മിത്രേ നീ ജയിച്ചു, നിനക്ക് 95% മാർക്കുണ്ട്. മിത്രയ്ക്ക് ഭയങ്കര സന്തോഷാവേണ്. അങ്ങനെ ബാലനും ഗോമതി എല്ലാരും അഭിനന്ദിക്കുകയാണ്. ആ സമയം ഗോമതി പറയും, എടാ ആര്യ നിന്റെ റിസൾട്ടും കൂടെ നോക്ക്. അല്ലമ്മേ എന്റേത് പിന്നെ ഞാൻ നോക്കിക്കോളാന്ന് പറയും. അതെന്തിനാ പിന്നെ നോക്കണത്, ഇപ്പൊ തന്നെ നോക്കെന്ന് പറയും. അപ്പൊ ബാലൻ പറയും, അവന്റെ റിസൾട്ട് നോക്കാൻ അവന് പേടിയായിരിക്കും, അവൻ തോറ്റു കാണും, അതുകൊണ്ടായിരിക്കും. അപ്പം ആര്യൻ ഇങ്ങനെ പതുക്കെ മാറി നിൽക്കാൻ കേട്ടോ. എന്നിട്ട് അവസാനം ആര്യന്റെ നമ്പർ അടിച്ചിട്ട് നോക്കിയിട്ട് ആര്യം പറയും, അമ്മ ഞാൻ തോറ്റു എന്ന് പറയും. അപ്പൊ ബാലൻ പറയും, എത്ര വിഷയത്തിനാടാ നീ തോറ്റത്, അത് 4 വിഷയത്തിന് പോയച്ചാന്ന് പറയാം. മിക്കവാറും മലയാളം നിനക്ക് കിട്ടിക്കണ്ട, ബാക്കി 4 പോയി. അയ്യോ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ. അപ്പോഴേക്കും ഗോമതി പറയും, എന്റെ കുടുംബത്തിൽ ഏറ്റവും നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത് എന്റെ ആര്യനായിരുന്നു, നിനക്ക് എന്ത് പറ്റിയിടാന്നൊക്കെ പറഞ്ഞ് ഗോമതി ഇതാക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ കൃഷ്ണമംഗലത്ത് നമ്മുടെ അനുവും എക്സാമിന്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അങ്ങനെ അനു പ്രാർത്ഥിച്ചിട്ട് മൊബൈലിൽ അനുവിന്റെ ആ നമ്പറൊക്കെ അടിച്ച് നോക്കണം കേട്ടോ. അവസാനം നോക്കി വന്നപ്പോ 89% കൂടി തന്നെ അനുവും വിജയിച്ചൊക്കെയാണ്. അങ്ങനെ അനു അവിടെ കിടന്ന് തുള്ളിച്ചാടയാണ്, അമ്മേ അച്ഛാ ഞാൻ ജയിച്ചു എന്ന്. പക്ഷെ പിന്നെയാണ് അനു ഓർക്കണത്, അയ്യോ ഇത് ദേവമംഗലം അല്ലല്ലോ, കൃഷ്ണമംഗലം അല്ലേ. എന്തായാലും സാരമില്ല, ഇവിടെ ഉള്ളവരുടെ അടുത്തെങ്കിലും എന്റെ സന്തോഷം ഒന്ന് അറിയിക്കട്ടെ. അങ്ങനെ മുത്തശ്ശിയുടെ അടുത്തും രാജശ്രീയുടെ അടുത്തൊക്കെ ചെന്ന് പറയുന്നുണ്ട്, എന്റെ റിസൾട്ട് വന്നു എന്ന്. അപ്പൊ രാജശ്രീ നന്ദിനിയൊക്കെ ചോദിക്കുന്നുണ്ട്, മോളെ ജയിച്ചോടി. അമ്മായി എനിക്ക് 89% വിജയ ശതമാനം ഉണ്ട്. അപ്പൊ മുത്തശ്ശി ചോദിച്ചു, അപ്പൊ പത്രത്തിലൊക്കെ ഫോട്ടോ വരുമോ മോളെ. അതൊക്കെ പണ്ടല്ലേ മുത്തശ്ശി, ഇപ്പൊ അങ്ങനെയല്ല, കോളേജിലൊക്കെ ചിലപ്പോൾ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ വെക്കുമായിരിക്കും. ആ സമയത്താണ് നമ്മുടെ അലോക് പുറത്തോട്ട് പോകുന്നത്. അപ്പൊ മുത്തശ്ശി പറയും, എടാ
നിക്കടാ അവിടെ, നിന്റെ ഭാര്യയുടെ റിസൾട്ട് വന്നിട്ട് നിനക്ക് എന്നടാ ഒരു മൈൻഡ് ഇല്ലാത്തത്? ഏത് റിസൾട്ട്? അപ്പൊ പറയാം, അവള് കോളേജിൽ പോകുന്നില്ല, അവളുടെ ആ പഠിച്ച കോഴ്സിന്റെ റിസൾട്ട് വന്നു. ആണോ? അവൾക്ക് 89% മാർക്കുണ്ട്. അപ്പോഴേക്കും ആലോക് ഒരു മട്ടില്ലാത്ത മട്ടിൽ പിന്നെ എന്ന രീതിയിൽ നിൽക്കുക. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, പഠിത്തത്തെ കുറിച്ച് നിന്റെ അടുത്ത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പണ്ട് നിന്റെ അമ്മ നിനക്ക് 18 മാർക്കെങ്കിലും കിട്ടണേന്ന് പറഞ്ഞ് വഴിപാട് ചെയ്യണത് ഞാൻ കണ്ടേക്കണേ. നിന്നോടാണോ ഞാൻ പറയണത്? അപ്പൊ ഈ സീനൊക്കെ, ഇതൊക്കെ ഇത്രയും നേരം പറഞ്ഞ സീനുകളൊക്കെ ഈ വരും ദിവസങ്ങളിൽ 1-2 ദിവസം കൊണ്ട് വരുന്ന എപ്പിസോഡിൽ വരുന്ന സീനുകളാണ്. അപ്പൊ നമ്മുടെ സാന്ത്വനം 2-ന്റെ ഈ ഒരു പ്രൊമോ എല്ലാവരും കേൾക്കുക. അതോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും ഹൈപ്പ് അടിക്കാനും ശ്രമിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ വെച്ചോളൂ. അപ്പൊ നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് സാന്ത്വനം 2-ന്റെ ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.